1909 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ട്, അത് പ്രകാരമാണ് മോർലി മിൻറ്റോ ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെ മോർലി മിൻറ്റോ റീഫോംസ് എന്നും പറയാറുണ്ട്. ഇത് പ്രകാരം ഈ കൗൺസിൽ ഒരു ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലായിട്ട് ഉയർത്തപ്പെട്ടു. 60ഓളം മെമ്പർമാർ, ഓരോരോ ഇലക്ട്രേറ്റിൽ നിന്നുള്ളവർ ആ കൗൺസിലിൽ മെമ്പർമാരായിട്ട് വന്നു. മാത്രമല്ല, ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഈ ഇലക്ട്രേറ്റുകൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. മാത്രമല്ല, ഇന്ത്യക്കാരെ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എത്തിയതും ഈ ആക്ട് പ്രകാരമാണ്. പക്ഷേ ആ കമ്മ്യൂണലായിട്ട് ഇന്ത്യക്കാരെ തിരിക്കാനുള്ള ബുദ്ധി മോർലി മിൻറ്റോ ഭരണപരിഷ്കാരത്തോടെ ഇന്ത്യയിൽ വന്നതാണ് പിന്നീട് നമ്മുടെ ഇന്ത്യ വിഭജനത്തിന് വരെ കാരണമായി മാറിയത്. അതുകൊണ്ട് ഇന്ത്യക്കാർ എന്നും ഓർത്തിരിക്കുന്ന ഒരു നിയമമാണ് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് അഥവാ മോർലി മിൻറ്റോ റീഫോം.